അല്ല, ഞാൻ ശ്രീ ജേക്കബ് എന്നെ മര്യാദ പഠിപ്പിച്ചതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ നമ്മൾ ഈ വിഷയത്തിലേക്ക് മാത്രം ഞാൻ വരാം. അദ്ദേഹം പറഞ്ഞതുപോലെയല്ല. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 3500 വീട്, 2553 റേഷൻ കാർഡ്, 3125 ആധാർ കാർഡ്, ഈ 64,000 കൊടുത്ത കണക്കാണ് ഈ പറയുന്നത്. അത് അല്ലാതെ വസ്തു കൊടുത്തത് വേറെ അവർ കണക്ക് പറയുന്നുണ്ട്, എത്ര പേർക്ക് കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ലൈഫ് മിഷന്റെ സ്കീമിൻ്റെ അകത്ത് വസ്തു ഇല്ലാത്തവർക്ക് വസ്തു കൊടുക്കാനുള്ളതുണ്ടോ എന്നുള്ളതും കൂടി അദ്ദേഹം അന്വേഷിച്ച് നോക്കട്ടെ. അപ്പം ഞാൻ പറയാൻ വന്നത്, ഈ വിഷയത്തിലുള്ള പ്രഖ്യാപനം ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ അകത്ത് ഇവർ പറയുന്നത് ദാറ്റ് മീൻസ് 0 പോവർട്ടി, 0 ഹങ്കർ, ഗുഡ് ഹെൽത്ത്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഈക്വാളിറ്റി. അതായത് നമ്മൾ ഈ ചർച്ചയിൽ തന്നെ മന്ത്രി പറഞ്ഞല്ലോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് എന്നുള്ളത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് എടുക്കരുത് എന്ന് പറയുന്നുണ്ടല്ലോ മന്ത്രി. അതിന്റെ മാനദണ്ഡം എന്താണെന്ന് പറയണ്ടേ മാധു? മാനദണ്ഡം എന്താണെന്ന് പറയണ്ടേ? സർക്കാരിന്റെ ഒരു സ്കീമിലും പെടാത്തവർക്ക് 33 രൂപ പെർ ഡേ കൊടുത്തതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് പറഞ്ഞോട്ടെ, അത് കുഴപ്പമില്ല. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുകയാണ്. അവിടെയാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ അദ്ദേഹം കണ്ട റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് കിടക്കുന്നവരും നമ്മൾ കാണുന്ന കടത്തിണ്ടയിൽ കിടക്കുന്നവരും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ അവരെ അഡ്രസ് ചെയ്യാനുള്ള പദ്ധതി ഇല്ലേ എന്നാണോ? ഇവർ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞോട്ടെ, വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാപട്യമല്ലേ? അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ നിക്ക് ഞാൻ അല്ല, തുടർ പ്രക്രിയയാണെങ്കിൽ അത് പറയണ്ടേ? എത്ര പേര്? ഈ 64,000 എന്നുള്ള കണക്ക് തന്നെ കളവാണ്. അല്ല, അദ്ദേഹം പറയുന്നതല്ലോ, സർക്കാർ നടത്തുന്ന പ്രഖ്യാപനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഞാൻ ഓരോന്നായിട്ട് ജയിക്കുമ്പോൾ പറഞ്ഞതിന് പറയേണ്ടെന്ന് സമയമില്ലാത്തത് കൊണ്ടാണ് ഓരോന്നിനും മറുപടി പറയാം. എനിക്ക് പറയാനുള്ള വേറെ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ വേൾഡ് ബാങ്ക്, ഞാൻ 3 റിപ്പോർട്ടിന്റെ പേര് മാത്രം വായിക്കാം, കേൾക്കുന്നവരെ പരിശോധിക്കട്ടെ. സ്പ്രിംഗ് 2025 പോവർട്ടി ആൻഡ് ഈക്വിറ്റി ബ്രീഫ്. അവർ പറയുന്നത് എന്താണ്? വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടാണ്. അവർ പറയുന്നത് 2011-12 16.2% ഇന്ത്യയിലെ ദാരിദ്ര്യം ഇന്നിപ്പോൾ 22-23 ആയപ്പോൾ 2.3% ആയിട്ട് കുറഞ്ഞു. അപ്പോൾ മാധു മനസ്സിലാക്കേണ്ട കാര്യം, 2021 തന്നെ കേരളം ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. അത് നമ്മൾ പൊതുവെ അംഗീകരിക്കുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യമുള്ള സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ, അങ്ങനെയുള്ള സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. ആവറേജ് ആണ് നമ്മൾ ഈ പറഞ്ഞ 16.2 എന്ന് പറയുന്നത്. ഈ 16.2 2ആയി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കഴിഞ്ഞ 5 വർഷക്കാലം എവിടെയാണ് കൂടുതൽ മുന്നേറ്റം ഉണ്ടായതെന്നാണ്. ഞാൻ ഈ റിപ്പോർട്ട് വിശ്വസിക്കുന്നില്ല. അതല്ല ഈക്വാലിറ്റി എന്നുള്ളത് ബീഹാറിലൂടെ നിങ്ങളുടെ ക്യാമറകൾ പോകുമ്പോഴെല്ലാം നമുക്ക് കാണാം. ഇത് മാത്രമല്ല, നേരത്തെ സുജീർ ബല്ല ആൻഡ് കരൺ ഭാസൻ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് പൂർണ്ണമായി ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. SBIയുടെ റിപ്പോർട്ട്, റിസർച്ച് സ്റ്റഡി SBIയുടെ പറയുന്നത് 5% താഴേക്ക് ഇന്ത്യയിലെ വന്നു എന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത്, കഴിഞ്ഞ ഒരു 5 വർഷക്കാലയളവിനുള്ളിൽ ഇന്ത്യയിലെ ദാരിദ്ര്യം തന്നെ ഏതാണ്ട് 10-15% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോൾ കേരളത്തിലെ ദാരിദ്ര്യം ഇത്രയും കുറഞ്ഞാൽ പോരാ. ഞാൻ പറയുന്നത് ഈ കണക്കുകളൊന്നും വിശ്വസനീയമല്ല. ഈ ഇൻഈക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന നയങ്ങൾക്കിടയിൽ ഈ സർക്കാരുകൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട്, അത് കേരള സർക്കാർ മാത്രമല്ല, സർക്കാരുകൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇത്ര ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതിയുടെ പണം യഥാർത്ഥത്തിൽ എടുത്ത് വക മാറ്റി ചെലവഴിക്കലാണ് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ 64,000 കുടുംബങ്ങൾക്ക് ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ളത് പറയേണ്ടത്. ഒരു പദ്ധതിയും എത്താത്തവർക്ക് ഞങ്ങൾ 1,000 രൂപ മാസത്തേക്ക് അവിടെ എത്തിച്ചു കൊടുത്തു എന്നുണ്ടെങ്കിൽ 1000 രൂപ കൊടുക്കുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പര്യാപ്തമല്ല. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനും പര്യാപ്തമല്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ഈ പറയുന്ന ഈ 64,000 കുടുംബങ്ങളിലേക്ക് 1000 രൂപ മാസം എത്തിക്കുക എന്നതല്ല സർക്കാർ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ പറയുന്നത്. 5422 വീടുകൾ, 30 ഏക്കർ ഭൂമി, സ്വയം തൊഴിൽ ഉള്ള അവസരം, 5583 കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇങ്ങനെ പലതുമുണ്ട്. ഞാൻ പറയുന്നത് സ്വയം തൊഴിലിനുള്ള അവസരം വ്യക്തമാക്കട്ടെ മാധു. ശരി, അത് വ്യക്തമാക്കട്ടെ. അത് നാളെയാണല്ലോ, നാളെ പ്രഖ്യാപനം വരട്ടെ. നമുക്ക് ഇഴകീർ പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. പക്ഷേ ആ പ്രഖ്യാപനം വരട്ടെ എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്.